ലൈഫിൽ ഒരു സക്സസ് നേടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ബോയ് ഓർ ഗേൾ ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇല്ലില്ല, റിച്ച് മൈൻഡ് സെറ്റ് ആവാതെ ഒരു പരിപാടി നടക്കത്തില്ല. ലൈഫ് ഫുള്ള് ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മുടെ ലൈഫ് സക്സസിലേക്ക് എത്തൂ എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഐ എം സോറി. മറിച്ച് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ സക്സസിലേക്ക് നയിക്കാനായിട്ട് ഇടയാകും. ഇതാണ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തേന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെസ്റ്റ് ക്വാളിറ്റി എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ അറിവുകൾ നേടാനും ഒക്കെ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ സക്സസ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർ മാത്രമേ ഇത് കാണാൻ ചാൻസ് ഉള്ളൂ. മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഈ ക്വാളിറ്റി നിങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ എവിടെ ചെന്നാലും ചിപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും. കാരണം നിങ്ങൾ ഹോട്ടലിൽ ഒരു ഫുഡ് കഴിക്കാൻ പോയാലും നിങ്ങൾ വഴിയിൽ ഇച്ചിരി പാവപ്പെട്ട ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾ അവരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ് സെറ്റ് തീർച്ചയായും റിച്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ട്. നാലാമത്തത്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാർ ആയിക്കോട്ടെ, ഒരു വണ്ടി ആയിക്കോട്ടെ. നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. നമുക്കത് മേടിക്കാനുള്ള യോഗ്യതയില്ല, അർഹതയില്ല എന്നൊക്കെ നമ്മൾ മൈൻഡിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു പൂർ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വാങ്ങാം, അതെങ്ങനെ നമുക്ക് അഫോർഡ് ചെയ്യാം എന്നുള്ളതാണ്. അടുത്ത നമ്മുടെ ചിലവെല്ലാം മാക്സിമം എങ്ങനെയൊക്കെ ചുരുക്കി ആ പൈസയൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയാണ് നമുക്ക് ഉള്ളതെങ്കിൽ അതൊരു പൂർ മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. മറിച്ച് എനിക്ക് എങ്ങനെ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാമെന്ന് തിങ്ക് ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതൊരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. അടുത്തത് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യാതെ പുതിയ ഓപ്പർച്യൂണിറ്റികളെ ഉണ്ടാക്കിയെടുക്കുക, സ്വയമേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഭാഗം എന്ന് പറയുന്നത്. എനിക്കെല്ലാം അറിയാമെന്നുള്ള അഹങ്കാരത്തിന്റെ ചിന്ത അങ്ങ് പതുക്കെ അങ്ങ് മാറ്റുക. മറിച്ച് ഐ ആം വില്ലിംഗ് ടു ലേൺ എന്ന കൺസെപ്റ്റ് ഉള്ളവരായിരിക്കുക. ഞാൻ എന്തും പഠിക്കാൻ റെഡിയാണെന്നുള്ള ഒരു മൈൻഡ് ഉള്ള ആളായിരിക്കുക. അതാണ് ഒരു റിച്ച് മൈൻഡ് സെറ്റിന്റെ ഭാഗം. ഇവിടെ അവസാനത്തെ ഒരു ബോണസ് ടിപ്പാണ്, നമ്മുടെ കറന്റ് സിറ്റുവേഷനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക. ഐ നോ ഇറ്റ്സ് വെരി ഹാർഡ്. നമ്മുടെ കറന്റ് സിറ്റുവേഷൻ വളരെ പൂർ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മൾ അതിനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കാതെ നമ്മൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് ആ ഒരു സക്സസ് എന്ന പാത്തിലേക്ക് നമുക്ക് മുന്നേറാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്